Hello dear friends, it's Shalini again with Easy English. അപ്പോൾ ടീച്ചർ 2 വീഡിയോസ് കണ്ടു കാണുമല്ലോ. ടീച്ചർ ഒന്നുകൂടെ ബേസിക്സ് ഒന്നുകൂടെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ സ്കൂളിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചപ്പോൾ ടീച്ചർ എന്തായിരിക്കും നിങ്ങളോട് പറയാൻ പറഞ്ഞേ? മൈ നെയിം ഇസ് ഷാലിനി, ഐ ആം എ ഗേൾ ആണോ? അപ്പോൾ നമ്മുടെ ഈ ആം ഇസ് ആർ വാസ് വെയർ പറഞ്ഞ ടീച്ചറിൻ്റെ കൂടെ വാസ് അല്ല വാസ് പറഞ്ഞേ. വാസ് ആം ഇസ് ആർ വാസ് വെയർ എന്ത് നമ്മൾ പറയും? ഹെൽപ്പിംഗ് വേർബ്സ്, അതായത് പ്രവൃത്തിയെ കാണിക്കുന്ന പദത്തിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുക. അപ്പോൾ ഹെൽപ്പിംഗ് വേർബ്സ് എന്താണ്? ഹെൽപ്പിംഗ് വേർബ്സ് ആണ് ആം ഇസ് ആർ വാസ് വെയർ. ഈ ആം ഇസ് ആർ വാസ് വെയറിനെ സെന്റൻസിന്റെ ആദ്യം എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളോട് ചോദ്യം ചോദിക്കാം. എന്താണ്? ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് ഒരാളോട് ചോദ്യം ചോദിക്കാൻ ഈ ആം ഇസ് ആർ വാസ് വെയർ എടുത്ത സെന്റൻസിന്റെ ആദ്യം അങ്ങ് ഇട്ടാൽ മതി. ആ ടീച്ചർ കുറച്ച് കൂടുതൽ പഠിപ്പിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള. പക്ഷേ ഇപ്പൊ പറഞ്ഞേ, ഈ ആം ഇസ് ആർ ഒറ്റയ്ക്ക് ഒരു സെന്റൻസിൽ നിൽക്കും, ആരെയും പേടിയില്ല. സ്റ്റാൻഡ് എലോൺ ആണ്. ദി വിൽ സ്റ്റാൻഡ് എലോൺ ഇൻ എ സെന്റൻസ്. ഐ ആം എ ബോയ്. പ്രവൃത്തി കാണിക്കുന്ന എന്തെങ്കിലും പദം വേറെ ഉണ്ടോ? ആം മാത്രമല്ലേ ഉള്ളൂ. ഹി ഇസ് എ ബോയ്. ഇനി പ്ലൂറൽ, ഒന്നിൽ കൂടുതൽ ആൾക്കാരെ പറ്റി പറയുവാണെങ്കിൽ ദേ ആർ ബോയ്സ്. ഇനി ഇതിൻ്റെ തന്നെ കഴിഞ്ഞു പോയ കാര്യം പറയുവാണെങ്കിൽ ഹി വാസ് എ ബോയ്, ദേ വേർ ബോയ്സ്. മനസ്സിലായോ? അപ്പോൾ ആം ഇസ് ആ പ്രസന്റ് ടെൻസിനെ കാണിക്കുന്നു, വാസ് വേർ പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി കാണിക്കുന്നു. ഇനി നമുക്ക് ആം ഇസ് ആറിനെ സെന്റൻസിന്റെ ആദ്യം എടുത്തിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ് നമ്മൾ പഠിക്കുന്നത്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൾക്കാരോട് ചോദ്യങ്ങൾ ചോദിക്കാം. ഇനി ഈ ആം ഇസ് ആർ വാസ് വരുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു വേർബ്, ബേസിക് റൂളാണ്, ഇതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ ഇത് പഠിച്ചു വെക്കണം. ആം ഇസ് ആർ വാസ് വെയറിൻ്റെ കൂടെ നിങ്ങളൊരു വേർബ് ഇട്ടു എന്ന് വെച്ചോ. അതിന് ING ചേർത്ത്, ഈറ്റ് ആണെങ്കിൽ ഈറ്റിംഗ്, റൈറ്റ് ആണെങ്കിൽ റൈറ്റിംഗ്, ING ചേർത്ത് മാത്രമേ ഇപ്പോൾ ബേസിക് റൂളിൽ നിങ്ങൾ പറയാൻ പാടുള്ളൂ. അപ്പോൾ പറഞ്ഞേ, ആം ഇറ്റ് റൈറ്റ് ആണോ റോങ് ആണോ? റോങ്. ആം ഈറ്റിംഗ് ഇസ് റൈറ്റ് ആണോ റോങ് ആണോ? ഇസ് റൈറ്റിംഗ്. മനസ്സിലായോ? അപ്പോൾ ബേസിക്കായിട്ട് ആം ഇസ് ആർ വാസ് വെയർ ഒരു സെൻറ്റൻസിൽ ഒറ്റയ്ക്ക് നിൽക്കും. അവരെ നമ്മൾ സെൻറ്റൻസിന് ആദ്യം കൊണ്ടുവന്നാൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറും. ഇനി നിങ്ങൾ അതിൻ്റെ കൂടെ ഒരു വേർബ് ഇടുകയാണെങ്കിൽ, പ്രവൃത്തി കാണിക്കുന്ന ഒരു പദം ഇടുകയാണെങ്കിൽ എന്താണ് അത്? ING രൂപത്തിലായിരിക്കണം. അതായത് കണ്ടിന്യൂസ് ടെൻസ്, അതായത് ഒരു പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് കാണിക്കുന്ന രൂപത്തിലായിരിക്കണം. ഈറ്റ് ഈറ്റിംഗ്, റൈറ്റ് റൈറ്റിംഗ്. ടീച്ചർ ഇത് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ടീച്ചറിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ഐ ആം ബിസി, ഹി ഇസ് ഡ്രീമിംഗ്, ദേ ആർ ഡാൻസിങ്, രാജു വാസ് വാഷിംഗ് ഹിസ് ക്ലോത്ത്സ്, റിയ ആൻഡ് റീമ were talking. ടീച്ചർ ഈ പറഞ്ഞ സെൻറ്റൻസസ് അതുപോലെ എഴുതിയെടുത്ത് അതുപോലെ വായിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇംഗ്ലീഷ് ഭാഷ കുറച്ച് സ്റ്റൈലിലും പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ടും വേണം നമുക്ക് പറയാൻ. നമ്മുടെ എല്ലാ കുട്ടികളും നമ്മളെല്ലാവരും സംസാരിക്കുന്നത് തെറ്റായ രീതിയിലാണ്. കാരണം നമ്മൾ പഠിച്ചിരിക്കുന്നത്, നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് തെറ്റായിട്ടാണ്. അപ്പോൾ ഒരു ഭാഷയുടെ ഭംഗി അത് പറയുന്ന രീതിയിലാണ്. മലയാളം നല്ല അക്ഷരസ്ഫുടതയോടുകൂടി, ടീച്ചറിനില്ല അത്, അക്ഷരസ്ഫുടതയോടുകൂടി നമ്മൾ സംസാരിക്കുമ്പോൾ എന്തൊരു രസമാണല്ലേ കേൾക്കാൻ. അതുപോലെ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുമ്പോൾ കുറച്ച് സ്റ്റൈലൊക്കെ ഇട്ട് സംസാരിക്കണം, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആയിരിക്കണം. അപ്പോൾ ടീച്ചറിൻ്റെ കൂടെ ഒന്നുകൂടെ പറഞ്ഞേ, ഐ ആം ബിസി, ഹി ഈസ് ഡ്രീമിങ്, ദേ ആർ ഡാൻസിങ്, രാജു വാസ് വാഷിംഗ് ഹിസ് ക്ലോത്ത്സ്,
Riya and Reema were talking. ക്ലാസ് കഴിഞ്ഞു എന്ന് വിചാരിക്കണ്ട. ടീച്ചർ പറഞ്ഞ ആ ഒരു പ്രിൻസിപ്പിൾ ഒന്ന് അപ്ലൈ ചെയ്തേ. ടീച്ചർ ഈ പറഞ്ഞ 5 സെൻറ്റൻസിൽ ആം, ഇസ്, ആർ, വാസ്, വെയർ ടീച്ചർ പറഞ്ഞല്ലോ, അതിനെ സെൻറ്റൻസിൻ്റെ ആദ്യം കൊണ്ടുവന്നിട്ട് ക്വസ്റ്റ്യൻ ആക്കിയേ, എന്നിട്ട് ടീച്ചറിന് അയച്ചു തന്നേ. ഓക്കെ, സോ റീഡ് എ ലോട്ട്, ഒരുപാട് വായിക്കുക. ഹിയർ എ ലോട്ട്, ഒരുപാട് കേൾക്കുക. ആൻഡ് ദെൻ ഓരോ ദിവസവും ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ്. ബിക്കോസ് ഇംഗ്ലീഷ് ഇസ് എ വെരി ഈസി ലാംഗ്വേജ്. ഇംഗ്ലീഷ് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ടീച്ചറിന് പഠിക്കാമെങ്കിൽ ആർക്കും പഠിക്കാം. അപ്പോൾ ടീച്ചറിൻ്റെ കൂടെ നമുക്ക് ഒന്നിച്ച് പഠിക്കാമോ? സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ബിക്കോസ് നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്താലേ ടീച്ചറിന് അടുത്ത വീഡിയോസ് ഇടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ പ്ലീസ് സപ്പോർട്ട്, like, share and subscribe. It's Easy English with Shalini and I'll be back again with the next video. ഒരു വീഡിയോ ഒരുപാട് തവണ കേൾക്കുക, പ്രാക്ടീസ് ചെയ്യുക, ആൻഡ് ദെൻ ടീച്ചറിന് ഓഡിയോ അയച്ചു തരിക. താങ്ക് യു സോ മച്ച് ഡിയർ വൺസ്. ബൈ.